സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം, കാട്ടാറിനെന്തിനു പാദസരം, എൻ കൺമണിക്കെന്തിനാഭരണം. സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം, കാട്ടാറിനെന്തിനു പാദസരം, എൻ കൺമണിക്കെന്തിനാഭരണം. സന്ധ്യക്കെന്തിനു സിന്ദൂരം. മായികമാകും മന്ദസ്മിതത്തിൻ്റെ മാറ്ററിയുന്നവരുണ്ടോ? മായികമാകും മന്ദസ്മിതത്തിൻ്റെ മാറ്ററിയുന്നവരുണ്ടോ? തങ്കമേ തങ്കമേ നിന്മേനി കണ്ടാൽ കൊതിക്കാത്ത തങ്കവും വൈരവുമുണ്ടോ? സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം. ഭൂമിയിൽ സ്വർഗത്തിൻ ചിത്രം വരയ്ക്കുന്നു കാമുകനായ വസന്തം. ഭൂമിയിൽ സ്വർഗത്തിൻ ചിത്രം വരയ്ക്കുന്നു കാമുകനായ വസന്തം. എന്നെ കാവ്യഗന്ധർവനാക്കുന്നു സുന്ദരി, എന്നെ കാവ്യഗന്ധർവനാക്കുന്നു സുന്ദരി, നിൻ ഭാവഗന്ധം. സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം, കാട്ടാറിനെന്തിനു പാദസരം, എൻ കൺമണിക്കെന്തിനാഭരണം. സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം. Nice, Manu. Good, good. യെസ് പാറു, ബ്യൂട്ടിഫുൾ. Thank എന്ത് you. ഫീൽ ചെയ്താ യശ് പാടുന്നേ? ബീച്ചിലൊക്കെ ആണെങ്കിൽ യശ് കണ്ണടച്ച് ഇങ്ങനെ അങ്ങ് ഇരിക്കുക. ലിറിക്ക് ആലോചിക്കായിരുന്നു അതോ വേറെ എന്തെങ്കിലും ഒക്കെ ആലോചിക്കായിരുന്നു? ലിറിക്സ് ആലോചിച്ച് ഒരു വിഷ്വൽ ഓർത്ത് പാടുമായിരുന്നു. വിഷ്വൽ തന്നെയാണോ അതോ വേറെ ആരെങ്കിലും ആലോചിച്ചാണോ? എൻ കൺമണിക്ക് എന്തിന് ആഭരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഏതാണ് ആ കൺമണി? സന്ധ്യക്ക് വരും ഇതെല്ലാം. ഏ ഏ യശ് തപ്പിത്തടയുന്നു. ആരോ ബോംബെന്ന് വന്നു. നാണിക്കുന്നു. അല്ല, ഏതോ ഒരു ഇമാജിനറി പേഴ്സൺ അങ്ങനെ വേണമല്ലോ, അത്ര വേണമല്ലോ. ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പം കൺമണിക്ക് എന്തിന് ആഭരണം? അതെ, സോപ്പിടാനുള്ള വരിക അത്. സി അങ്ങനെയൊക്കെ വിചാരിച്ചാൽ മാത്രമേ നോക്ക അല്ലേ യശ്? ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യും. താങ്ക് യു സർ. പക്ഷെ എവിടെയോ ഒന്ന് സ്റ്റക്ക് ആയിട്ടുണ്ട്. അല്ല, ഒരു സങ്കല്പം വേണം. പറയൂ, ബോംബെ അധോലോകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സുന്ദരി വന്ന് ചാടിയോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്തേലും ആവട്ടെ, സമയമാകുമ്പോ ഞങ്ങളോടൊക്കെ ഒന്ന് പറയണേ. ഓക്കെ, അത് മതി ഞങ്ങൾക്ക്. ഓക്കെ, ചോദിക്കാം നമുക്ക്. MG സർ. യശേ സർ, നല്ല സെലക്ഷൻ. അതാണ് Thank you, sir. ഏറ്റവും ആദ്യം പറയേണ്ട ഒരു കാര്യം. മോനും നന്നായിട്ട് പാടി. താങ്ക് യു സർ. താങ്ക് യു. ഗംഭീരമായിട്ട് കണ്ണടച്ച് ആരെ ആലോചിച്ചോ, ആലോചിച്ചില്ലെങ്കിലും സന്ധ്യക്ക് എന്തിനാണ് വൈ ദൂര്യം എന്ന് പറഞ്ഞെങ്കിലും എന്തൊക്കെയാണെങ്കിലും നീ നന്നായിട്ട് പാടി. ഒന്ന് രണ്ട് സ്ഥലം ഫസ്റ്റ് 2 ലൈൻസ് എന്ന് പാടിക്കേ. സന്ധ്യക്കെന്തിനു സിന്ദൂരം, പറഞ്ഞ ചന്ദ്രികയ്ക്ക് വരരുത്. ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം, നെക്സ്റ്റ് കാട്ടാറിനെന്തിനു പാദസരം, അവിടെ പാദസരം,
കാട്ടാറിനെന്തിനു പാദസരം. കുഴപ്പമില്ല. അടുത്ത് എൻ കൺമണിക്കെന്തിനാഭരണം നാഭരണം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ആദ്യത്തെ വരുന്നുണ്ടോന്നു മാറ്ററിയുന്നവരുണ്ടോ അതിനകത്ത്? അതിൽ ലാസ്റ്റ് വരുന്ന ഉണ്ടോ ഇല്ലേ? ആ ഉണ്ടോയുടെ ഒരു സംഗതി ആദ്യം ഗരീരീസ എന്നുള്ള ആ നോട്ട് കറക്റ്റായിട്ട് വന്നില്ല. പക്ഷെ രണ്ടാമത് പാട്ട് ഇപ്പോൾ സൂപ്പറായിട്ട് വന്നു ചരണത്തിൽ കേട്ടോ. മൊത്തത്തിൽ നല്ല മനോഹരമായിരുന്നു, നല്ലൊരു വികാരമുണ്ടായിരുന്നു. ബാക്കി യു സാങ് ഗുഡ്, യു സാങ് ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. യശേ സർ, അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ട്. ഓ, ഉഗ്രം പാട്ട്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടൻ പാടിയ പാട്ട്. ഓ, ഒരു അസാധ്യ പാട്ടുകാരൻ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഈ 2 രാഗത്തിൻ്റെ സ്വഭാവമുണ്ട് ഈ പാട്ടിന്, അറിയാമല്ലോ. പക്ഷെ അതാണ് അതിൻ്റെ ഒരു സുഖം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ അതാണ്. ദീനാനി നീനീ തരരാ ദീനീ തരിനാനി നാനീനാ. ആ വരികൾ വന്നപ്പം അതിനനുസരിച്ച് പോയി. മണിക്കെന്തി അതിൽ വേറൊരു ആഭരണം ഒരു ഇച്ചിരി കൂടെ നീട്ടു കേട്ടോ. ആഭരണത്തിൽ പൊത്തോന്ന് ഇടരുത്. സ്വർണത്തിനൊക്കെ എന്താ വില ഇപ്പോൾ കേട്ടോ. അത് മാത്രം ഒന്ന് നോക്കിക്കൊള്ളുക. പിന്നെ ആ സിന്ദൂരം ആദ്യം പാടിപ്പോ സിന്ദൂരം അത്രയ്ക്ക് വന്നില്ല, വൈഡൂര്യമൊക്കെ. അപ്പം അത് പിന്നെ പാടിപ്പോ നന്നായി കേട്ടോ. ഞാനിത് അണ്ണൻ്റെ അടുത്ത് ഇവിടെ വൈഡൂര്യമൊക്കെ ആദ്യം ഒരെണ്ണം പ്ലാസ്റ്റിക് വൈഡൂര്യമായിരുന്നു, പിന്നെ ഒറിജിനൽ വന്നതാണ്. നന്നായിട്ട് പാടി കേട്ടോ യശേ, മനോഹരമായിട്ട് പാടി. അവിടെ കുറച്ച് ഇച്ചിരി നീട്ട് കേട്ടോ. അതിൽ അവിടെ ഒരു വിഭ്രാട്ടം ഒക്കെ ആവാം. അതുപോലെ ഈ ഭൂമിയിൽ സ്വർഗത്തിന് ചിത്രം വരയ്ക്കുന്നു കാമുകനായ വസന്തം. ആ സുന്ദരി എന്നെ കാവ്യ അതൊന്നും പാടാമോ? ആ സുന്ദരി പാടിയാ മതി എനിക്ക്. എന്നെ കാവ്യഗന്ധർവനാക്കുന്നു സുന്ദരി. അത് ക്ലാരിറ്റി. വിബ്രാട്ടോ വേണം. അല്ലല്ല, ക്ലാരിറ്റി ആ സാങ്. സുന്ദരിക്ക് സുന്ദരി ആവട്ടെ. സുന്ദരി ആ ഇപ്പോഴും സുന്ദരി അല്ല, ചെറിയ അഴുക്കിനകത്തുണ്ട് സുന്ദരി. ചെറിയ പുറത്തെടുക്കും. കാവ്യഗന്ധർവനാക്കുന്നു സുന്ദരി. ആ ഇപ്പൊ പിന്നെ കുഴപ്പമില്ല, അതിനൊരു ഒരു സൗന്ദര്യം വരട്ടെ കേട്ടോ. ഒരു അബ്രപ്റ്റ് എൻഡിങ്. സുന്ദരി എന്ന് പറയുമ്പോ അത് സുന്ദരിയല്ല, ഏതോ കടോൽ കജന. അപ്പൊ അത് മാറ്റിക്കണം കേട്ടോ. അതേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ യശന് കണ്ണ് കിട്ടാതിരിക്കാൻ പറഞ്ഞതാ, അല്ലെ ദൃഷ്ടി വയ്ക്കും. ഇതൊക്കെ കുറച്ച് മൈനർ, നമ്മൾ കുറേയും കൂടെ ശ്രദ്ധിച്ചാൽ യശ് കലക്കി പൊളിക്കേണ്ട ഏരിയ ആണ്, അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ. ഇതൊക്കെ താങ്ക് യു ചക്കര. താങ്ക് യു സർ. ചേച്ചി. യശ് മാം, നല്ല സോങ് സെലക്ഷൻ ആസ് യൂഷ്വൽ. യശന്റെ ആ ഒരു മെലഡിക് വോയിസ്, അതിന് പറ്റിയ ഒരു പാട്ട്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അത് ഞാൻ അതന്നെ പോയിന്റ്സ് ഒക്കെ സെയിം MG സർ പറഞ്ഞത് തന്നെ ഞാൻ എഴുതി വെച്ചത്. ആ ഉണ്ടോ എന്നുള്ള അവിടെയാണ് കുറച്ച് ശക്തമായിട്ട് നമുക്ക് ഒരു ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിഞ്ഞത്. അല്ലാതെ ബാക്കിയൊക്കെ മനോഹരമായിട്ട് പോയി. നല്ല രസമുണ്ടായിരുന്നു. സ്മൂത്ത് സിംഗിങ് ആയിരുന്നു. ശരിക്കും ഒരു പ്രണയ ഗാനം. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. മറ്റൊന്നും ഇതിൽ പറയാനില്ല. കാരണം യശ് നല്ലോണം ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അത് ഇനിയും അങ്ങനെ തന്നെ പോട്ടെ. ഈ വൈഡൂര്യം മാത്രമാണ് ഞാൻ എന്ന് വെച്ചാൽ പെട്ടെന്നൊരു വൈഡൂര്യം എന്ന് പറയുമ്പോൾ ഒരു പുതിയൊരു ന്യൂജൻ വൈഡൂര്യമായി. ആ വൈഡൂര്യം ഇടയിലൊക്കെയാണ് നോർമലൈസ് ആയത്. നല്ലൊരു ആ നോർമൽ സിംഗിങ്ങിന്റെ അകത്ത് വന്നത്. അല്ലാത്ത സ്ഥലത്തൊക്കെ ഒന്ന് പാടിയാ വൈഡൂര്യം. ചന്ദ്രികക്കെന്തിനോ വൈക്കൊരു ഇംഗ്ലീഷ് വൈ ഉണ്ട് വരുന്നു അതില്. അപ്പൊ അത് നല്ല ക്യൂട്ടാണ്. പക്ഷെ എന്നാലും അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഇംഗ്ലീഷ്കാരിയാണോ പറയാൻ പറ്റില്ല ചിലപ്പോ. അതാ എന്തായാലും നല്ലൊരു അറ്റംപ്റ്റ് തന്നെ. നല്ല പാട്ട് സെലക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു. ക്യാപ്റ്റൻ. സർ, ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു കമ്പോസിഷനെ പറ്റിയിട്ടാണ്. കാരണം ഇപ്പൊ ചെക്ക് ചെയ്തു ഞാൻ, മായ എന്ന് പറഞ്ഞ സിനിമ 1972 ഇറങ്ങിയത്. ഇപ്പം ഒരു കണ്ടസ്റ്റന്റ് അത് എടുത്ത് പാടണമെങ്കിൽ ആ ഒരു സോങ്ങിന്റെ സംഭവം ഉണ്ടല്ലോ, എന്താണ് ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. നമ്മള് ഒരു പാട്ടൊക്കെ കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു 50 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ എടുത്ത് പാടുമ്പോഴുണ്ടല്ലോ അമ്മു. അപ്പൊ എന്തായാലും യശ് ഇവര് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വൈ ഡൂര്യം
അതൊരു വല്ലാത്ത വൈഡൂരിയായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ബാക്കിയൊക്കെ നല്ല ഫീലൊക്കെ കൊടുത്തിട്ട് പാടിയിട്ട് പ്ലാൻസിന് കുറച്ച് റഷ് ഉണ്ട്. അത് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ഓക്കെ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവർ പറഞ്ഞു. ഓക്കെ സർ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ. യെസ്, കഴിഞ്ഞ തവണ ടോപ്പർ ആയിരുന്നു. ഉക്കുലേലേക്ക് കൊണ്ട് വീട്ടിൽ ചെന്നപ്പോൾ എന്ത് പറഞ്ഞു? വീട്ടിലെല്ലാവർക്കും കുറെ ഇഷ്ടപ്പെട്ടു. അത് നമ്മളൊരു ഗ്ലാസ് ഫ്രെയിമിൽ വെച്ച് ഒരു പിയാനോയുടെ മേളിൽ വെച്ചു. എല്ലാവരുടെ സൈഡിന്റെ കൂടെ. ഓക്കെ, നമുക്ക് മാർക്സ് ചോദിക്കാം. MG സർ. 9.3. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. ഇത്രയും പാടി വൈ ദിസ് മച്ച് മാർക്സ്? 9.4. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, ചേച്ചി. ഓക്കെ, യഷിന്റെ മാർക്സ് ഇതാ. ഇത് ഞാൻ ആദ്യം Thank you, പറഞ്ഞ ma'am. മാർക്കാ. ഓക്കെ, യെസ്, ടോട്ടൽ 18.7. ആ സൂപ്പർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.